അരവിന്ദ് സാറോ? സാറപ്പ എന്റെ പേര് മറന്നില്ല അല്ലേ? സന്തോഷം. ഡീൽ അവസാനിപ്പിച്ചു പോയപ്പോ പേര് മറന്നിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. നീ എന്താ ഞാൻ ഫോം വിളിച്ചിട്ടെടുക്കാത്തത്? ഓ അതോ, സാറ് 16 കമ്പനികളുടെ MD അല്ലേ? മിനിറ്റുകൾക്ക് ഒരു പക്ഷെ ലക്ഷങ്ങളായിരിക്കും വില. മനുഷ്യബന്ധങ്ങൾക്ക് ലക്ഷങ്ങൾ വെച്ച് വിലയിടുന്ന അരവിന്ദ് കൃഷ്ണന് ഞാനായിട്ട് സമയം പാഴാക്കി ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതി. ചതിക്കാൻ ആൾറെഡി നിന്റെ ശ്രമം. ഹാ എന്ന് വേണമെങ്കിൽ പറയാം. നീ കാരണം ഇന്ന് ഞാൻ വിശ്വസിപ്പിച്ചുകൊണ്ട് ചതിക്കാനും പ്രേമിച്ചുകൊണ്ട് വഞ്ചിക്കാനും പഠിച്ച ഒരു പെണ്ണായിട്ട് മാറിയിരിക്കും. എന്താ പറഞ്ഞു പറ്റിച്ച നിന്നോട് ഞാനത് ചെയ്യണ്ടേ? മനസാക്ഷിയെ മുൻനിർത്തി നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അരവിന്ദ്, നീ ഇങ്ങനെ ഇവിടെ വന്ന് പെട്ടത്? അത് നിന്റെ കാറ് കണ്ടപ്പോ ഞാൻ നിർത്തിയതാ. ഓ അത് ശരി. ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതുവഴി വന്ന സ്ഥിതിക്ക് അതോടെ നടത്തിയിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ആ ബൈ ദ ബൈ, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാ ഞാൻ ഓഫീസിൽ എടുത്ത എന്റെ പുതിയ സെക്രട്ടറി ശ്രീലേഖ റാണി. ഹലോ. നമസ്കാരം സർ. ആ ശ്രീലേഖ, ഇതാണ് എന്റെ ഹസ്ബൻഡ് അരവിന്ദ് കൃഷ്ണൻ. ഇപ്പൊ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. ആ അറിയാം മാഡം. വാട്ട്? അരവിന്ദിനെ നേരത്തെ അറിയാവോ ശ്രീലേഖയ്ക്ക്? തീർച്ചയായിട്ടും മാഡം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആരാ അറിയാത്തതായിട്ടുള്ളത്? ഓ, പ്രത്യേകിച്ചും ജോലി തേടി അലയുമ്പോ പല പ്രാവശ്യം സാറിനെ നേരിട്ടൊന്ന് കാണാൻ ട്രൈ ചെയ്തതാ. അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. സാറൊരു സ്ത്രീ വിരോധിയാണെന്നാ ഞാൻ കരുതിയത്. ഏയ് അങ്ങനൊന്നും അല്ല. നല്ല സുന്ദരി പെണ്ണുങ്ങളെ കണ്ടാ നോക്കുകയൊക്കെ ചെയ്യും. കണ്ടിട്ട് തീരുമാനിക്ക്, ഇത് വെറും റാണിയാണോ അതോ മഹാറാണി ഝാൻസി റാണിയാണോ എന്ന്. എന്തുപറ്റി? ആന്റി ആകെ കലിതുള്ളിയാണല്ലോ വരവ്. ക്യാവോ ആന്റി ജി? ക്യാവോ നിന്റെ? ആ അഖിലാണ്ടേശ്വരിയോട് ഈ ഡയറി എഴുതിയത് നീയാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? ആരെ രക്ഷിക്കാൻ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പിടിച്ചാൻറ്റി പിടിച്ചു. ആ ആനന്ദിന്റെയും കല്യാണിയുടെയും ദിവ്യ പ്രേമം തെളിവോടെ പിടിച്ച് അഖിലാന്റെ ഏൽപ്പിക്കാൻ കിട്ടിയ അവസരമാ. ക്യാവോ ഒന്നും തേരാവാതെന്നൊക്കെ പറഞ്ഞു ഇവ ഇങ്ങനെ വെറുതെ പാഴാക്കി കളഞ്ഞത്. ഇന്നത്തോടെ ആ ബന്ധം പൊളിഞ്ഞടുങ്ങുമെന്ന് വിചാരിച്ചപ്പോ നശിപ്പിച്ചു. ബദ്മാഷ്. ബഹൻജി എന്നെ അങ്ങനെ വിളിക്കരുത്. അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ശരി, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നെന്ന് വെക്കും. എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? പറ, കേൾക്കട്ടെ. പറയാനും കേൾക്കാനും ഒന്നുമില്ല. അഖിലാണ്ടേശ്വരി ആ അടുക്കളക്കരിയെ എന്നേക്കുമായി തൃച്ചംബരത്ത് നിന്ന് അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കുമായിരുന്നു. അത് തന്നെ റിസൾട്ട്. അല്ല പിന്നെ. ആ അത് ശരി. അപ്പൊ എന്റെ കല്യാണ കാര്യോ? അതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. അതെ, ഞങ്ങളുടെ മുന്നിൽ നിന്റെ കല്യാണമല്ല പ്രധാന വിഷയം. അവളെ ഇവിടുന്ന് അടിച്ചിറക്കല, അതാണ് പരമപ്രധാനം. ഓക്കെ ഓക്കെ, അതും സമ്മതിച്ചു. അഖിലാണ്ടേശ്വരി കല്യാണിയെ ഇവിടുന്ന് അടിച്ചിറക്കി നിൽക്കട്ടെ. അപ്പോ കല്യാണിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ആനന്ദ് അവളെ തേടി പോവില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, അവൻ പോകുമെന്നും എത്ര അലഞ്ഞു തിരിഞ്ഞും അവളെ തിരിച്ചുവിടെ കൊണ്ടുവരുന്ന തീർച്ചയാണ്.
ഇവിടെ ഇരുന്ന് അമ്മ കേട്ട് കാണുമല്ലോ വല്യുവിന് എന്താ പറഞ്ഞിട്ട് പോയതെന്ന്. എന്തൊരു ജന്മം അമ്മ എന്റേത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കണേ? ഈ പ്രായത്തിൽ ഇനി ഇങ്ങനെയൊന്നും താങ്ങാൻ എനിക്ക് കഴിയില്ല. വല്യുവിന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. നാളെ ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ വല്യുവിന് ആരും പ്രതീക്ഷിക്കാത്ത എന്തോ കഠിനമായ തീരുമാനത്തിലേക്ക് പോകുമെന്നാ പറഞ്ഞിട്ട് പോയത്. നാളെ രാവിലെ വരെ എനിക്ക് സമയം തന്നിരിക്കുക. ഈശ്വരന് മാത്രമേ അറിയൂ വല്യുവിന് മനസ്സിൽ എന്താ തീരുമാനിച്ചിരിക്കണേന്ന്. ഉള്ളിലാകെ ഞാനിപ്പോ ആടിയല്ല ഞാൻ നിക്കണേ. അമ്മയ്ക്കറിയാലോ, ഞാൻ അഖില മേഡത്തിന് വാക്ക് കൊടുത്തതാ ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ ഇപ്പോ അഖില മേഡത്തിന് കൊടുത്ത വാക്ക് പാലിക്കണോ, വല്യകുഞ്ഞിനെ വേണോ? മനസ്സിലൊരു അങ്കലാപ്പ. ഞാൻ എന്ത് തീരുമാനം എടുക്കണോ അമ്മേ? അമ്മ പറ. വിധി എന്നെ തോൽപ്പിച്ച് കളയോന്നുള്ള ഭയം കൊണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങ് അമ്മയുടെ അടുത്തേക്ക് വരണമെന്നാ പലപ്പോഴും ആഗ്രഹം. പക്ഷേ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ല എന്ന് അച്ഛനും അനിയനും തലയിൽ കൈവച്ച് സത്യം ചെയ്തു കൊടുത്തുപോയി. ഞാനിനി എന്താ ചെയ്യേണ്ട അമ്മ? അമ്മ പറ, ഒന്ന് സഹായിക്ക് പ്ലീസ്. ചേച്ചി, ചേച്ചി കണ്ടില്ലേ എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാ ഇവള് മുനിമാരെ പോലെ വേഷം കെട്ടിയിരിക്കുന്നത്, അതും ഈ തൃച്ചംബരത്തിന്റെ മുറ്റത്ത്. ചേച്ചി വന്നത് കണ്ടില്ലേ നീ? മതി നിന്റെ ഫാൻസി ഡ്രസ്സൊക്കെ. എടി കല്യാണി, എഴുന്നേക്കാൻ. കല്യാണി, നീ എന്ത് ചെയ്യുന്നേ? എഴുന്നേൽക്ക്. സാറും മാഡം ഒക്കെ വന്നിരിക്കുക. കല്യാണി, എഴുന്നേക്കാൻ. നോ, പാടില്ല. കല്യാണിക്ക് ആരും ഒരു ശല്യം ഉണ്ടാക്കാൻ പാടില്ല. അമ്മ അമ്മ എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്തീ കാണുന്നല്ല? പറയാം. ഇപ്പൊ കല്യാണി അനുഷ്ഠിക്കുന്ന ഈ വ്രതമില്ലേ, അതിന് സത്യപ്രമാണ വ്രതം എന്നാണ് പേര്. 3 ദിവസം ഉമിനീര് പോലും ഇറക്കാതെ അനുഷ്ഠിക്കേണ്ട കഠിന വ്രതം. സത്യപ്രമാണ വ്രതമോ? അതെ. സാധാരണ നിലയിൽ ചോദിച്ചാൽ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഏതൊരു കാര്യവും ഈ സത്യപ്രമാണ വ്രതത്തിലൂടെ വരമായി നേടാൻ സാധിക്കും. ഈ തൃച്ചംബരം തറവാട്ടിൽ പരമ്പരാഗതമായി നടന്നുവന്ന ഒരാചാരമാണിത്. ഈ വ്രതം പ്രായഭേദമില്ലാതെ തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ആർക്ക് വേണമെങ്കിലും അനുഷ്ഠിക്കാം. ഇന്നിപ്പോ കല്യാണി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ മുന്നിൽ കെടാവിളക്കം വെച്ച് വേണം വ്രതം അനുഷ്ഠിക്കാൻ. 3 ദിവസം ഒരു കാരണവശാലും കണ്ണു തുറക്കാനോ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാനോ പാടില്ല. ഉമിനീര് പോലും ഇറക്കരുത്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ മനസ്സും ലക്ഷ്യവും പരിശുദ്ധമായിരിക്കണം. തെറ്റായ ലക്ഷ്യത്തോടെയാണ് വ്രതമെങ്കിൽ മുന്നിലെ കിടാവിളക്കണയും. അങ്ങനെ വിളക്കണഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്ക് സ്വയം ജീവൻ വെടിയേണ്ടി വരും. പിന്നീട് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അയാൾക്ക് അധികാരമില്ല. അതാണ് ശാസ്ത്രവും ചട്ടവും.
ആനന്ദ നീ എന്തായി ചെയ്യുന്നത്? ആഹാരം കഴിക്കാതെ ഒളിപ്പിച്ചു കൊണ്ടുവയ്ക്കുന്നു. യെസ്, കല്യാണി ജലപാനം പോലും ഇല്ലാതെ വെറുതെ എടുക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ടിഫിൻ കഴിക്കുന്നത്? കല്യാണിയുടെ വ്രതം അവസാനിക്കുന്നവരെ ഇനി ഞാനും ഒന്നും കഴിക്കില്ലെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ആഹാരം ഇറങ്ങില്ല, അതാ സത്യം. ബെസ്റ്റ്. നീ തൃച്ചംബരത്തെ സന്തതി തന്നെ. കല്യാണി പുറത്ത് വ്രതം അനുഷ്ഠിക്കുമ്പോ നീ ഇവിടെ ആരും അറിയാതെ അജ്ഞാത വ്രതത്തിലും. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സുജാതയോട് ടിഫിൻ വെച്ചിട്ട് പോകാൻ പറഞ്ഞതിന് വേണ്ടെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കാൻ. ഏയ്, അതിലൊരു കുഴപ്പമുണ്ട്. ഞാൻ ടിഫിൻ വേണ്ടെന്നും പറഞ്ഞ് മടക്കി അയച്ച ആ വിവരം അമ്മ അറിയും. ഓ, അപ്പൊ പിന്നെ ചോദ്യങ്ങളാവും. വല്ലാത്ത പൊല്ലാപ്പ അത്. ശരി ശരി, നീ ഇപ്പൊ ബുദ്ധിപരമായി ചിന്തിച്ചു തുടങ്ങി. ഏതായാലും ഇതെല്ലാം നല്ലൊരു പ്രണയ സാക്ഷാത്കരിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു സന്തോഷം. ഇത്തവണ കാര്യങ്ങൾ ഉറപ്പായി നടക്കും ആനന്ദ്. കല്യാണി ആനന്ദിനുള്ളത് തന്നെയാ. ഇപ്പൊ എനിക്കത് തീർച്ചയായി. ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ ഇറങ്ങുക. ശരി. എന്തു പറ്റി ആന്റി? എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? അവൾ എടുക്കുന്ന ആ വ്രതം ഉണ്ടല്ലോ, സത്യപ്രമാണ വ്രതം, അത് എങ്ങനെ മുടക്കാന്നാ ഞാൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നാളെ അവള് ഗോൾ അടിച്ച് സ്റ്റാർ ആവുന്ന കാര്യം ഉറപ്പാ. അതെ അതെ, അവൾ ഉഗ്ര നമ്പറല്ലേ ഇറക്കിയിരിക്കുന്നത്. പേരും കള്ളി. അവളുടെ 3 ദിവസത്തെ വ്രതത്തിന് ആരും ഒരു തടസ്സം ഉണ്ടാക്കരുതെന്നല്ലേ അഖിലാന്റി പറഞ്ഞിരിക്കുന്നത്? ആന്റി ഇത് മറന്നുപോയോ? അതിനെ ആ അഖില പറഞ്ഞത് വേദവാക്യമായിട്ടെടുത്ത് തലയിൽ വെക്കാൻ ഞാൻ ആ അടുക്കളക്കാരി കല്യാണിയൊന്നും അല്ലല്ലോ. നിനക്കറിയോ, ഈ വൃത്തികെട്ടവൾ ഇപ്പോഴീ എടുത്ത് കളിച്ചിരിക്കുന്നത് കോഴിക്കടകൻ പ്രയോഗ. അവൾ ഈ വ്രതം പൂർത്തിയാക്കിയാൽ ആനന്ദിന് ഭർത്താവായി വേണമെന്ന വരമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അഖിലാണ്ടേശ്വരിക്ക് അത് സാധിച്ചു കൊടുത്തേ പറ്റൂ. ആജന്മ ശത്രുവായ നാഗമഠത്തില്ലത്തിലെ ആദിത്യവർമ്മയ്ക്ക് വ്രതമെടുക്കാൻ അനുവാദം നൽകി വ്രതം പൂർത്തിയാക്കിയപ്പോ ചോദിച്ച വരം കൊടുത്തയച്ച തൃച്ചംബരത്ത് പത്മനാഭ മേനോന്റെ മകളാ അഖിലാണ്ടേശ്വരി. ആ രക്തമായിരിക്കുമല്ലോ അഖിലാണ്ടേശ്വരിയുടെ ശരീരത്തിൽ ഓടുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഈ അടുക്കളക്കാരി ചോദിക്കുന്ന ഏത് വരവും അഖിലാണ്ടേശ്വരി കൊടുത്തിരിക്കും. ഈ കല്യാണി മനസ്സിൽ ഇനിയും നിറവേറാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾ അത്രമേൽ ആഗ്രഹിച്ച എന്തെങ്കിലും ദാസേട്ടൻ വേണ്ടാന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നും ഓർത്ത് പറഞ്ഞാൽ നന്നായിരുന്നു. ദാസേട്ടൻ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ എന്തെങ്കിലും കടുത്ത ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോന്ന്. ഉണ്ടാവാനാണ് ചാൻസ്. ദാസേട്ടൻ അതൊരു പക്ഷേ സ്വന്തം നിലയും പദവിയും നോക്കി തടഞ്ഞിട്ടുണ്ടാവും. എന്റെ ഒരു സംശയം അങ്ങനെയാ. ഇല്ല മാഡം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും സ്വന്തം നില മറന്ന് നടക്കുന്നവളല്ല കല്യാണി. ദാസേട്ടൻ കുട്ടിക്കാലത്ത് കഥയായി പറഞ്ഞുകൊടുത്ത സത്യപ്രമാണ വ്രതം ഇത്രയും നാൾ ഓർത്തു വെച്ചിട്ട് അവൾ അത് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ എന്തോ ഒരു ആഗ്രഹം നിറവേറാതെ കിടപ്പുണ്ട്. അത് തീർച്ചയാ. ചെറുതല്ലാത്ത എന്തോ ഒന്ന്. ഇവള് കാണിച്ചു കൂട്ടുന്ന നെറുകേടുകൾക്ക് ദേഷ്യപ്പെടാതെ പ്രശംസിക്കണോടാ ഞാൻ. എന്ത് നെറുകേട്? ചേച്ചി വ്രതം ഇരിക്കുന്നതിന് എന്താ അച്ഛാ കുഴപ്പം? കുഴപ്പമുണ്ട്. അവൾ എടുക്കുന്ന വ്രതമല്ല, പാല് തരുന്ന കൈക്ക് പത്തി വിരിച്ച് കൊത്താൻ പതുങ്ങിയിരിക്കുക. കാവി ചേലയും ചുറ്റി കണ്ണുടച്ച് കൃത്രിമക്കാരി കള്ളപ്പരിശ. നീ ഇവളുടെ നിഴലില് പോലും നിൽക്കാൻ പാടില്ല. പറഞ്ഞു കേട്ടില്ലേ? നടക്കണേ അങ്ങോട്ട്. എനിക്ക് ചേച്ചിക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇവളുടെ വ്രതം നല്ല കാര്യത്തിന് എടുത്തിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നോട് പറഞ്ഞാനെ ചേച്ചിക്ക് കൂട്ടിയിരിക്കാൻ. പക്ഷെ ഇവളതല്ല. ആർക്കൊരു സൂചന പോലും നൽകാതെ തനി തോന്നിയവസായി കാണിച്ചു കൂട്ടുന്നേ. അതെങ്ങനെയാ? മനസ്സിൽ നല്ലതും വല്ലതും ചിന്തിച്ചാലല്ലേ? ഇരിക്കുന്ന കൊമ്പ വെട്ടുന്നറിയാത്ത ശാപം കിട്ടിയ ജന്മ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തോള്. ഇതിന്റെ ഫലം സ്വയം അനുഭവിച്ചേ ചാവൂ. ഇപ്പൊ കണ്ണടച്ചിരിക്കുന്നില്ലേ? ഒരിക്കൽ ദൈവമായിട്ട് ഇവളുടെ കണ്ണ് താനേ തുറപ്പിച്ചോളൂ. അപ്പൊ മനസ്സിലാവും താൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന്.
അവള് ചെയ്ത് ഒരു തെറ്റല്ല, തെറ്റിന്റെ മുകളിൽ തെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. അന്ന് മാഡത്തിന്റെ കൈ തടഞ്ഞപ്പോഴേ അവളെ കൊന്നു കളയണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ അവസ്ഥ വരില്ലായിരുന്നു. അന്ന് ക്ഷമിച്ചില്ലേ? അതാ അവളിപ്പോ മാഡത്തിന് വെല്ലുവിളിച്ചോണ്ട് ഈ വ്രതത്തിലിരിക്കുന്നേ. അച്ഛാ, ചേച്ചി ഒരിക്കലും മാഡത്തിനെതിരെ ഒന്നും ചെയ്യില്ല. എന്തോ നല്ല കാര്യത്തിനാ ചേച്ചി വ്രതം എടുക്കുന്നത്. അച്ഛാ, ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ഇരിക്കട്ടെ അച്ഛാ, എന്നെ വിട്ടേക്ക്. എടാ, നീ എന്റെ സ്വഭാവം മാറ്റരുത്. എപ്പ അവൾ എന്നെ ധിക്കരിച്ച് ആ വ്രതം തുടങ്ങിയോ അപ്പം മുതല് അവൾ ചത്തെന്ന് ഞാൻ വിധി എഴുതി. ഒരു കാരണവശാലും നീ ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. എനിക്കങ്ങനെ ഒരു മോളില്ല. അച്ഛാ, അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, ചേച്ചി പാവാ. തന്നെടാ, തന്നെ. എല്ലാവരും പാവാ. അച്ഛൻ ഭയങ്കരനല്ലേ? എന്നെ ഒളിപ്പിച്ചു വെച്ച് നീയും കൂടി അറിഞ്ഞിട്ടാണോ അവൾ ഈ സത്യപ്രമാണ വ്രതം ചെയ്യുന്നതെന്നാ എനിക്കിപ്പോ സംശയം. സ്വന്തം തന്തയോട് നീതി കാണിക്കാത്ത അവള് മറ്റുള്ളവരോട് നീതി കാണിക്കോ? നീ ഒരു കാര്യം ഉറപ്പിച്ചോ, മനസ്സിൽ നെറികെട്ട ലക്ഷ്യവുമായി വ്രതം അനുഷ്ഠിക്കുന്ന നിന്റെ ചേച്ചിയുടെ ഈ വ്രതം പൂർത്തിയാകാൻ പോകുന്നില്ല. അവൾക്ക് കെടും. അങ്ങനെ ആ വ്രതം മുടങ്ങി അവളേതെങ്കിലും റെയിൽ പാളത്തിലോ പുഴയിലോ ചാടി ചാവും. നീ നോക്കിക്കോ, അതാ സംഭവിക്കാൻ പോകുന്നത്. അച്ഛാ, അച്ഛാ ചേച്ചി ശപിക്കരുത് പ്ലീസ്. പാവല്ലേ അച്ഛാ ചേച്ചി? ശപിക്കും. സഹി കെട്ട ഏത് അച്ഛനും ശപിച്ചു പോവും. ശരി, എനിക്ക് അച്ഛൻ ശപിച്ചോ? എനിക്ക് ചേച്ചിയെടുത്ത് പോകണം. നിക്കടാ അവിടെ. പറഞ്ഞില്ലടാ പോണ്ടാന്ന്. പറഞ്ഞു കേൾക്കാൻ വയ്യല്ലേ? അച്ഛാ, അച്ഛാ വീട് അച്ഛാ. അച്ഛ എനിക്ക് ചേച്ചിയെടുത്ത് പോണം അച്ഛാ, പ്ലീസ് അച്ഛാ വീട്. കണ്ണൂർക്കടി എടി കള്ളി, കണ്ണൂർക്കാൻ. അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് ഈ വെള്ളെടുത്തൊഴുക്കി ഞാൻ. എടി കണ്ണൂർക്കാൻ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വേണ്ട, നിന്റെ ദേഹത്ത് വെള്ളം വീണാലേ അഖിലണ്ടേശ്വരി അത് കൈയോടെ കണ്ടുപിടിക്കും. നിനക്ക് വേണ്ടത് വേറൊരു മരുന്നാ. ഇരുന്ന ഇരിപ്പിൽ നിന്ന് നീ നില വിളിച്ചോണ്ട് നെട്ടോട്ട് ഓടണം. അതിനിപ്പോ ഒരു വഴിയുണ്ട്. നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാടി. ഇതെന്താ നീ ചെയ്യുന്നേ? ഇത് പഞ്ചസാര. ഇവിടെയുള്ള ആരും നമ്മളെ സംശയിക്കാത്ത ഒരു നുണുങ്ങു പരിപാടിയാ. കുറച്ച് കഴിയുമ്പോ ഉറുമ്പ് കടിയേറ്റ് ഈ വ്രതം അവസാനിപ്പിച്ച് ഇവൾ എഴുന്നേറ്റങ്ങ് ഓടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, ഗംഭീരം. ഇത് നീ കലക്കി. നീ തെളിയിച്ചടി മോളെ എന്റെ അനന്തരവളാണെന്ന്. ഇങ്ങോട്ട് താ, ഞാൻ കൂടി വിതറട്ടെ ഇവക്കുള്ള പാഷാണ പൊടി. ഇതാ. ഇനി നീ വാ. ഇനി അല്പം മാറി നിൽക്കാം. കുറച്ചു കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേ ഇവളെ ചിതൽ പുറ്റു പോലെ ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുന്ന ഉറപ്പാ. എന്റെ ദൈവമേ, ശരീരം മുഴുവൻ ഉറുമ്പുകൾ കയറിയിട്ടും ഇവളൊന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ. പാറ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? എടി, ഇവൾ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ജാതിയാ. നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല. ഇനി ഇവൾക്കും മേലെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. എടി കല്യാണി, തൃച്ചംബരത്തെ കെട്ടിലമ്മയാവാൻ വേണ്ടി നീ കൊള്ളുന്ന ഈ ഉറുമ്പുകടിയൊക്കെ വെറുതെയാ, വെറും വെറുതെ. നിന്റെ കാര്യം ഈ വിലാസിനി തീർപ്പാക്കുന്നുണ്ട്. ജയന്തി, തൽക്കാലം നമ്മൾ ഇവിടെ നിൽക്കണ്ട. ആരെങ്കിലും കണ്ട ഉറുമ്പിനെ ഇട്ടത് നമ്മളാണെന്ന് തിരിച്ചറിയും. പോ.
കരയില്ലടാ, നീ കൂടി അച്ഛനെ വേദനിപ്പിക്കല്ലേ. വാമൻ, നമുക്ക് കഴിക്കാം. എന്റെ മോൻ അച്ഛൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട അച്ഛൻ്റെ ആഹാരമൊന്നും. അച്ഛൻ ദുഷ്ടനാ. അതെ, അച്ഛൻ ദുഷ്ടനാ. നിങ്ങൾക്ക് മാത്രമല്ല, പല മക്കൾക്കും പല സന്ദർഭത്തിൽ തോന്നാറുണ്ട്. നിങ്ങളുടെ പ്രായത്തില് എനിക്കും തോന്നിയിട്ടുണ്ട് എന്റെ അച്ഛനോട് അച്ഛൻ ദുഷ്ടനാണെന്ന്. ഞാനൊരു അച്ഛനായപ്പോഴാ ആ ദുഷ്ടത്തിന് എന്താണെന്ന് മനസ്സിലായത്. എന്റെ മോൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ അച്ഛന്മാർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ 10 മാസം വയറ്റി ചുമന്ന കഥകളുമില്ല. ഒന്നിനും കണക്ക് വെക്കാറുമില്ല അവര്. പക്ഷേ എത്ര ദേഷ്യപ്പെടുമെങ്കിലും പലപ്പോഴും മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടെ തോറ്റുകൊടുക്കുക അവർ ചെയ്യുന്നത്. നമ്മൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ പലതും മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഒരച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനായാൽ മാത്രമേ പറ്റൂ. അതിനെൻ്റെ മോനൊരു അച്ഛനാവണം. അപ്പോഴേ മനസ്സിലാവൂ ഈ അച്ഛൻ കാണിക്കുന്നതൊക്കെ ദുഷ്ടതരാണോ നിങ്ങളുടെയൊക്കെ നല്ലതിനാണോ എന്ന്. ആനന്ദേ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? സമയം ഒരുപാടായി. ഉറക്കൊന്നും ഇല്ലേ നിനക്ക്? ഇവിടൊക്കെ ഒരു തരം മഞ്ഞ് വീഴ്ചയാ. പനി പിടിക്കാൻ അത് തന്നെ ധാരാളം മതി. പ്രത്യേകിച്ച് നിനക്കാണെങ്കിൽ അതൊന്നും ശീലമുള്ളതല്ലല്ലോ. അതാ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞത്. ചെല്ലേ. ഓ, അപ്പൊ നീ വിചാരിക്കും കല്യാണിക്ക് മഞ്ഞു വീണ് പനി പിടിക്കില്ലേന്ന്. അതൊരു വിഷയമല്ല. അവളെ വ്രതത്തിലല്ലേ, അവളെ ദേവി കാത്തോളും. നീ അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ചെല്, മോൻ പോയി കിടക്കാൻ നോക്ക്. എന്താണാവോ? അയ്യോ, മോളെ മോളെ പാമ്പ്. വേണ്ട. അരവിന്ദ്, നോ. അമ്മ, പാമ്പ് കല്യാണി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമ്മ, കല്യാണിയുടെ ജീവൻ ആപത്തില്ല. വേണ്ട, പാമ്പൊന്നും ചെയ്യില്ല. അതിനെ ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്. നിങ്ങൾ കരുതുന്നത് പോലെ അത് കല്യാണിയെ ഉപദ്രവിക്കാൻ വന്നതല്ല, സംരക്ഷണത്തിന് വന്നതാണ്. ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അരവിന്ദേ, കമ്പ് താഴെയിടും. അമ്മ, ഇടാൻ.
ആനന്ദേ, അല്ല നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതെന്താ ഇളയമ്മയ്ക്ക് മനസ്സിലാവാത്തത് പോലെ? ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കല്യാണിയെ കാണാനാ. ഇളയമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പ് വല്ലതുണ്ടോ? ഓ, ഞാൻ എന്തിനാ എതിർക്കുന്നേ? നിന്റെ ഇഷ്ടം നീ ചെയ്യുന്നു, അത്ര തന്നെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ കല്യാണി സന്യാസിനിയെ പോലെ ഒരുങ്ങിക്കെട്ടി അവിടെ ഇരിക്കുന്നില്ലേ? അതിനെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത്? ഞാനെന്ത് പറയാം? ഇളയമ്മ നേരിട്ട് പോയി കല്യാണിയോട് ചോദിച്ചാ മതി. നീ ദേഷ്യപ്പെടാൻ ചോദിച്ചതൊന്നും അല്ല ഞാൻ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സത്യം പറഞ്ഞാലേ ഇത് അവള് വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള വ്രതമൊന്നും അല്ല. അവൾ ഈ വ്രതം എടുക്കുന്നതിന്റെ ഉദ്ദേശം നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ വിളക്കണഞ്ഞിരിക്കും. വിളക്കണഞ്ഞാലുള്ള ഗതി ചേച്ചി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ആ കേട്ടു. അതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? നീ ഒന്നും പറയാനല്ല, അവൾ ഈ കാണിക്കുന്നതിന്റെ കള്ളത്തരം ഓർത്ത് ഞാൻ അമ്പരക്കുന്നതാ. അവളുടെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ അവൾക്കത് ചേച്ചിയോട് നേരിട്ട് വന്ന് ചോദിക്കായിരുന്നില്ലേ? ചേച്ചി അത് സാധിച്ചു കൊടുക്കൂലേ? നീ നോക്ക്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോയ ചേച്ചി അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറ, നിനക്ക് തോന്നുന്നുണ്ടോ? ആ എനിക്കറിയില്ല, സാധിച്ചു കൊടുക്കുമായിരിക്കും. ആയിരിക്കുന്നല്ല, സാധിച്ചു കൊടുക്കും. അങ്ങനെയുള്ളപ്പോ ഈ കല്യാണി ഇങ്ങനെ സന്യാസം വ്രതോന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടണമെങ്കിലേ അവളുടെ ഉള്ളില് നല്ല ലക്ഷ്യമല്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ദേ നീ നോക്കിക്കോ, ആ വിളക്ക് ഇന്ന് തന്നെ അണയും, അത് തീർച്ചയാ. അതോടെ അവളുടെ ജീവിതം ഇവിടെ തീരും. കെട്ടി തൂങ്ങേണ്ടി വരും അവൾക്ക്. ആത്മഹത്യ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കുറെ നേരമല്ലോ പറയുന്നു. അല്ല ആനന്ദേ, ഞാൻ പറഞ്ഞു വരുന്നത്. മതി, ഇനി ഒന്നും പറയണമെന്നില്ല. കല്യാണിക്ക് മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാൻ കഴിയില്ലെന്ന ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇളയമ്മ കല്യാണി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, അതിന് പകരമായിട്ട് ഇതുവരെ അവൾ എന്തെങ്കിലും തിരിച്ചു ചെയ്തോ? ഇല്ലല്ലോ. ആ അതാ അവള്. ജീവൻ പോയാലും ഈ കുടുംബത്തിന് മേൽ ദോഷം വരുന്ന ഒന്നും അവൾ ചെയ്യില്ല. ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നിൽക്കാതെ ഇളയമ്മ തൽക്കാലം ഇവിടെ നിന്ന് പോ പ്ലീസ്. ആ ശരി ശരി, ഞാൻ പോയേക്കാം. അതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ല. ഏതായാലും നീ ഒന്ന് ഉറപ്പിച്ചോ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലുമാണ് അവളുടെ മനസ്സിലെങ്കില് ഈ സത്യപ്രമാണ വ്രതത്തോടെ കല്യാണിയുടെ കഥ അവസാനിക്കും. നല്ലൊരു കാറ്റടിച്ച അണയാവുന്നതേ ഉള്ളൂ ആ തിരി. അതോടെ അണയാൻ പോകുന്നത് അവളുടെ ജീവനാ.